എനിക്ക് കാണുന്നില്ല. അതിൻ്റെ ഉള്ളിൽ കാണുന്നില്ല. പൊളി തുടങ്ങിയിട്ടുണ്ടോ? ചാടൂല. ഒന്നും കാട്ടൂലമ്മ. പേടിച്ച് പോണ പോക്ക് നമ്മള് പേടിച്ചു. അതാണ് നമ്മള് പേടിച്ചുള്ളൂ, അല്ലാതെ അതൊന്നും കാട്ടൊന്നുമില്ല. എന്തായാലും കേസ് നമ്മൾ അടിച്ചു നോക്കട്ടെ. കാരണം നല്ല പൊന്തിയും കാടൊക്കെയാണ്. കാരണം ഇത് കണ്ടൊക്കെയുണ്ട്. ഇവിടെയൊക്കെ കാട്ടിയാൽ തന്നെ അറിയാം നല്ല പൊന്തിയും കാടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും എന്തെങ്കിലും ഉണ്ടോയെന്നും അറിയില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മളെ പെരീക്ക് എല്ലാ പ്രാവശ്യവും ഓരോരോ അതിഥികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷണിക്കപ്പെടാത്ത ഓരോരോ അതിഥികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആൾക്കാരെണ്ണം ഇങ്ങനെ കൂടാണ്. ഇത് എങ്ങനെയെന്ന് ഞങ്ങൾക്കും അറിയണില്ല. പക്ഷേ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളെ വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പം പിന്നെയും വന്നു അല്ലേ. അതായത് നമ്മളെ പെർമിഷൻ അല്ലാതെ കേറി വരിക, എന്നിട്ട് തോന്നുന്നിടത്തൊക്കെ കേറി നിൽക്കുക, അതൊന്നും നല്ല സ്വഭാവമല്ല പറയും പോലെ. അപ്പൊ നമ്മളാദ്യം എന്താ നമ്മളൊരു രീതിക്ക് നമ്മള് പറയണല്ലോ അല്ലേ. അതിന് ഈ ഭാഗത്ത് കൂടെ വരരുതെന്ന് പറയലുണ്ട്. ഇപ്പൊ വരാ അതിനെ വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. വരിക, ഇപ്പോ കാണാനല്ലാണെന്നുണ്ടെങ്കിൽ കാണുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് പോകുക. അല്ലാതെ ഇവിടെ വന്നാണ്ട് നിൽക്കുക, ആൾക്കാരെ പേടിപ്പിക്കുക, അതൊന്നും നല്ല പരിപാടിയല്ല. അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരിക്കണേ എന്താന്ന് വെച്ചാൽ ആരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കണേ? ആരെ കുറിച്ചാ വെച്ചാല് പാമ്പും ചേരി അല്ലേ. ഒരു പാമ്പ് ഇപ്പൊ രാവിലെ തന്നെ കേറി വന്നെ. എവിടുന്ന കേറി വന്നേ? വന്ന സ്ഥലം എവിടുന്നാന്ന് അറിയില്ല. എന്റെ അമ്മയാണ് കണ്ടത്. ഇമ്മച്ചിയാണ് കണ്ടിരിക്കണത്. എന്നോട് അറിഞ്ഞു ഇതാക്കുന്ന ഇതിന്റെ ഉള്ളിൽ കയറിയാണ്. ഞാൻ വന്നപ്പോ ആളെ കാണാനല്ല. പിന്നെ ഞങ്ങൾ ഇട്ട പണി ഇതൊക്കെ കൊത്തിപ്പൊളിച്ചതിലൊക്കെ ഇതൊക്കെ ഇട്ട് കണ്ടോ. ഇതിലെ പോണ നോക്കിട്ട് കുത്തിരിക്കാണ്. ആളെ പുറത്ത് പോണ നോക്കിയാണ് കുത്തിരിക്കാണ്. എന്തിനാ അറിയോ? ഇത് കുളിച്ചാൻ പോകാൻ പേടിച്ചിട്ട്. എന്നിട്ട് എങ്ങനെ കണ്ടത്? എങ്ങനെ? ഞാൻ രാവിലെ ബാക്കി ചോറില്ലേ അത് തിളപ്പിച്ച കേട് വന്നാൽ കോഴിക്കൊക്കെ കൊടുക്കാൻ പറ്റൂലല്ലേ. ഇത് തിളപ്പിച്ചാൽ മടി. ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ ഇവിടെ റബ്ബർ ഇത് വറകിട്ടിക്കല്ലേ നമ്മള് ഈ ഷീറ്റൊക്കെ ഇട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഇതിന്റെ ഉള്ളിക്കാണ് വന്നു. പിന്നെ ഞാൻ ഒരു വലിയൊരു പൊടി തോട്ടി അങ്ങനെ ആ തോട്ടിട്ട് കണ്ട് അതൊക്കെ ഒന്ന് അങ്ങോട്ട് മറിച്ചൊക്കെ ഇട്ടു. അപ്പൊ കാണാല്ലേ, ആളെ കാണാല്ലേ. അപ്പൊ ഇവിടെ പൊത്തുണ്ട് അതിന്റെ ഉള്ളില്. ഇവിടെ എങ്ങനെ പൊത്തുണ്ടായത്? തീർച്ചയായും മതി. എന്നിട്ട് ഞാന് പിന്നെ അവിടെ നിന്ന് പതുക്കെ പാളിയൊക്കെ അപ്പൊ ഇങ്ങനെ നോക്കിക്കണുണ്ട് ഈ കൂടെ അല്ലേ. അതായത് ഗൈസ് പറഞ്ഞുകൊണ്ട് നിൽക്കണത് ഇതിൻ്റെ ഉള്ളിലുണ്ട് ആള് എന്നാണ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നീച്ചപ്പത്തിന് കുറച്ച് നേരമായിപ്പോയി. അപ്പം ഉമ്മമ്മ ഇമ്മൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ട് എന്ന്. നമുക്ക് ടോർച്ച് അടിച്ച് നോക്കാം. ടോർച്ചൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. പോയിക്കണോന്ന് അറിയില്ല കേട്ടോ. നോക്കാലോ. ഫോണ് കാണാൻ വേണ്ടിട്ടാണ് വെണ്ണൂറ് ഇട്ടിക്കണ പാട് കാണാൻ വേണ്ടിട്ടല്ലേ. എനിക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നില്ല. അതിൻ്റെ ഉള്ളില് കാണുന്നില്ല. ഇനി എവിടെയെന്നും അറിയില്ലല്ലോ. പിന്നെ ഇത് ഇത്രയും ആയത്തിൽ തീ കത്തുമ്പോ അതിന്റെ ചൂട് അടിക്ക് തട്ടൂലെന്നാ ഞാൻ ചോദിച്ചിരുന്നത്. അത് തട്ടാക്കുമല്ലോ. അപ്പൊ ചൂട് കെട്ടിട്ട് ചത്തോ പോയോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ചാവൊന്നുമില്ല. അതന്നെ ഇതിന്റെ അടി കൂടെ ഉണ്ടാവും. ഇവിടെയൊക്കെ നോക്കിയതാണ്. എന്നിട്ടൊന്നും കാണാം. ഇവിടെ അവിടെയൊക്കെ ഞാൻ പുകച്ചിട്ട് എന്താ കാര്യം? ഇതും പിടിച്ചാണ് ടോർച്ച്. പറയണ കേക്കലല്ലേ. പോയിട്ടില്ലല്ലോ അല്ലേ ഗൈസ്. ഇവിടെ ഇവിടെ ഒന്നും കാണാനില്ല. ഇനി എന്താ അവസ്ഥ നമുക്ക് അറിയില്ല. ഇനി എന്താ ഉദ്ദേശിക്കണം ഉമ്മ? ഇവിടെ ഈ രണ്ട് കട്ട കുത്തികളൊക്കെ. അതായത് ഉമ്മ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സൈഡ് നമുക്ക് കണ്ടോ ഈ ഭാഗം ചെറുതായിട്ടൊന്ന് പൊളിച്ചു നോക്കാനാണ് പറയണത്. ഫുള്ളൊന്നും പൊളിച്ചണ്ട. ഈ അടിഭാഗം ഇവിടെ അല്ലെങ്കിൽ ഈ സൈഡ്. ഓക്കെ ഗൈസ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ചേരയാണ്. അത് ഒന്നും കാട്ടൊന്നുമില്ല. അതിനെ ഇതാക്കിയിട്ട് അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയാണ്ട് വിടാം. അല്ല വെറുതെ കൊന്നിട്ടൊന്നും കാര്യമില്ല. എന്തിനാ വെറുതെ കൊല്ലണ്? അപ്പൊ എന്തായാലും നമുക്ക് ആ കട്ട അതിന്റെ ഉള്ളിൽ കയറ്റ പൂക്കിക്കണോ പോണ പോക്ക് അവിടുത്തെ. ഇതിപ്പോ ഞങ്ങക്ക് വേറൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല. ഈ അടുപ്പിന്റെ ഉള്ളിൽ കടന്നിട്ട് ചാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നോട്ടെ കുറച്ച് കഴിയുമ്പോൾ നീച്ച് പോയിക്കോളും. പക്ഷെ അങ്ങനല്ല. ഇതിപ്പോ ഈ അടുപ്പിന്റെ അടിയിലായിക്കൊണ്ട് ഇവിടെ വെച്ചുണ്ടാക്കണാണ്. അപ്പൊ ചൂട് തട്ടിയിട്ട് ഞാൻ ചാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പൊളിച്ചാണ്ട് അതിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് കൊണ്ടുപോയി കളയണേ. കൂടുതൽ ഓടുകളല്ലേ നമ്മൾ ഇട്ടിക്കണേ. ഓടും പൊട്ടും സിമെന്റിന്റെ കട്ടയും കല്ലൊക്കെ പാടെ വാരിയിട്ട് നിറച്ചാണ്. എന്തായാലും അത് നമുക്ക് നോക്കാം. പൊളിച്ചാൽ നോക്കല്ലേ. ചെറുതായിട്ട് നമ്മ പൊളി തുടങ്ങിക്കോളി. ഏതാറ്റാ വിളിച്ചോ? ഈ അറ്റാറ്റോ മൂല വിളിച്ചണല്ലേ? മൂല വിളിച്ചണം. ഈ സൈഡ് ഇവിടെ ആക്കിക്കോളി. ഈ ഭാഗം അങ്ങനൊന്നുമില്ല.
കയറി പോവാനാണ് കുത്തിപ്പൊളിച്ചത്. ഗൈസ് കുത്തിപ്പൊളി തുടങ്ങിയിരിക്കണ്. മോണ്ടുണ്ടാകുന്ന ടൈമിൽ നമ്മൾ ഇവിടെ ഇത് ഉണ്ടാക്കും. കുത്തിപ്പൊളിച്ച് ചെയ്യും. ആ മോട്ടനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എന്താണ് അതാണ് ഞാൻ മോട്ടന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. ഉമ്മ അപ്പം ഇതിന് പേടിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ മോട്ടനെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടാവും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓനോടല്ല ഗൈസ്, ഓൻ ബാംഗ്ലൂർ പോയതാണ്. ഓനും കൂട്ടുകാരനും കൂടിയും ബാംഗ്ലൂർ പോയതാണ്. അപ്പം പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഓന് എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. ഓനും കൂട്ടുകാരനും കൂടി അങ്ങനെ പോയിക്കാണ്. റിസ്വാനില്ലേ, റിസ്വാനും ഓനും കൂടിയായിട്ടാണ് പോയിക്കണത്. അപ്പോൾ ഓൻ ഇവിടെ അല്ല. അപ്പോൾ ഞാനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ 2 ദിവസമായി ഓൻ പോയിട്ട് ഇന്നലെ നാളത്തെ ആയിട്ട് വരുന്ന പറഞ്ഞിട്ടുള്ളത്. ഗൈസ് പൊളി തുടങ്ങിയിട്ടുണ്ടോ? ചാടൂല, ഒന്നും കാട്ടൂലമ്മ. ചേരണതേ ചീര ഇമ്മ ചേര അതിനൊന്നും കാട്ടൂല പൊന്നാരമ്മ. പേടിച്ച് പോണ പോക്ക് നമ്മള് പേടിച്ചു, അതാണ് നമ്മള് പേടിച്ചുള്ളൂ, അല്ലാതെ അതൊന്നും കാട്ടൊന്നുമില്ല. ഉള്ളില് നല്ല പൊത്തൊക്കെയാണല്ലേ. എന്തിന് പുകച്ചോർത്തടിച്ചാണ്? എന്താണ് കയ്യില് ഇട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തുറന്നിടുക, ഇറങ്ങി പോയിക്കോളൂ. അപ്പൊ ഇവിടെ ഇതും കൂടിയും പൊളിച്ചിമ്മ. ഇത് ഈ കട്ട ഇത് കാണില്ല, ഈ ടോർച്ച് അടിച്ചാൽ കാണില്ല. ശരി, കണ്ണും കാണില്ല. അർച്ചോനെ മുൻഭാഗം ഏത് മുൻഭാഗം? അവിടെ ഇതാക്കിയാലും പൊട്ടൂലേ? ഇല്ലേ, എന്നാ നോക്കി അവിടെ അടിയല്ലടി ഇറക്കണം. ഇവിടെ മേലല്ലോ, എന്ത് ചെയ്യും? ഇവിടെ ആക്കണോ ഈ ഭാഗത്ത്? ഇവിടെ ഉണ്ട് ചെറിയൊരു പൊത്തുമായിക്കൊക്കെ. ഇതിനുള്ളിൽ ആളുണ്ട് ഉറപ്പാണോ? ഉറപ്പാണ്, ഞാൻ കണ്ടിട്ടില്ല, അറിയില്ല. സാധനം പോയിക്കണ അങ്ങനെയോ? അതിൻ്റെ ഉള്ളിൽ പോയിക്കണെന്ന് കണ്ടിട്ടല്ല. പിന്നെ അതുവരെ ഇവിടെ പറയാതിരിക്കല്ലേ, പുറത്തേക്ക് ഔത്തേക്ക് പോകാതെ. എങ്ങോട്ടാ പോണാവാറുണ്ട് ഇതാക്കണാണ്. ഞാൻ വണ്ടി വന്നു ശരി, എന്നാ ഞാൻ മുണ്ടണില്ല. കട്ട പൊട്ടിച്ചല്ലേ ഏതായാലും. കട്ട പൊട്ട ലൈറ്റ് കൊണ്ടു ലൈറ്റ് അപ്പുറത്തുണ്ട്. നോക്കട്ടെ, ആളെ കാണുന്നില്ലല്ലോ. ഒക്കെ നമ്മളേക്ക് പൊറുക്കിയിട്ട കട്ട സാധനങ്ങളാണ്. സാധനങ്ങളൊക്കെ നമ്മള് ഇതിന്റെ ഉള്ളിൽ പൊറുക്കിയിട്ടല്ലേ അമ്മ? അതിൻ്റെ ഉള്ളിൽ പൊറുക്കിട്ട് ഇതാക്കണം. ഇതൊക്കെ കുത്തി പൊടിച്ചല്ലേ പൊന്നാരമ്മ? അവിടെ കുത്തി പൊടിച്ച് കളിച്ചിന്. അപ്പം വീഡിയോ എടുക്കോ? ആ കല്ലിന് ചൂടില്ലേ തൊട്ടൊക്കാനോ, ചൂടിലോട്ടൊക്കെ അവിടുന്ന് ചാടിയ കട്ടക്ക് മണ്ണ് ഇതിനോ അസിമനും കട്ടക്കൊക്കെ ചൂടുണ്ട്. ഈ കല്ലിനൊക്കെ ചൂടുണ്ട്. കാരണം തോന്നണ ഒന്നെങ്കിൽ അത് ഇറങ്ങി പോയി കാണും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിനൊക്കെ അത്യാവശ്യം ചൂടുണ്ട്. കാരണം കേറിയപ്പോ തന്നെ ഓനക്ക് ചുട്ടിട്ടോ ഇറങ്ങി പോകാനാണ് ചാൻസ്. കാരണം ഇതൊക്കെ ഈ തണുപ്പുണ്ടാവുമ്പോ, ഈ തണുപ്പില്ല സ്ഥലത്തേക്കല്ലേ ഈറ്റാളെ വരല്. അതെ, ഇതാ ചൂടില് അപ്പൊ തന്നെ മടങ്ങി കാണും. നമുക്ക് കാണാൻ സാധിച്ചു കാണൂല. ഞെച്ച് പറയാനില്ല, അതാണ് എനിക്കും തോന്നണ അതന്നെയാണ് ഗൈസ്. കാരണം ഇത്രയും നേരമായിട്ടും ആളെ കാണാനല്ല. അപ്പൊ ചുട്ടിട്ട് ആൾ ഇറങ്ങി പോയി കാണുന്നതാണ് എന്റെ ഒരു നിഗമനം. ഉമ്മ കണ്ടാണല്ലോ ചിലപ്പം. ചിലപ്പോ അതിന്റെ ഉള്ളിൽ സാധനം ഉണ്ടാവുകരം, പക്ഷെ പോയി കാണുകരം. ഇതൊക്കെ ഇത്ര ആയത്തിലാണ് നമ്മളെ അടുപ്പ്. അതെന്തിനാ താഴത്ത് കുത്തിരുമ്മ? ഇതുവരെ ഈ അടുപ്പിന് ആയുണ്ട്. ഈ അടുപ്പിന് ഇവിടെ നിങ്ങട്ട് കുറച്ച് സ്ഥലമുള്ളൂ. അത് നോക്കാം, അതിന്റെ അടിത്ത സാധനത്തിന് ചൂടില്ലേ? ഉണ്ട്, ചൂടുണ്ട്. അതല്ലേ നോക്കിയത്, നല്ല ആവിയുണ്ട്. അതിനെ ഞാൻ പറഞ്ഞത്. അപ്പൊ എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് അത് പോയി കാണുന്നതാണ് എൻ്റെ തോന്നല്. എന്തായാലും നമുക്കിത് ഇങ്ങനെ വെക്കാം അല്ലേ? ഇങ്ങനെ നിന്നോട്ടെ. ഇനിയിപ്പോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറങ്ങി പോണെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ ആള് അല്ലേ? പോയിക്കോട്ടെ. അത് ചേരണം, അതുകൊണ്ട് ഒന്നും കാട്ടൂല. പാൽക്കായം കിട്ടാണ് നന്നായി. പാൽക്കായം മണത്തിനടാ, കൊല്ലാനല്ല മണം. ബാ, എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള പരിപാടി എന്താണ്? എന്താ ഇപ്പൊ അടക്കണില്ല, അതവിടെ നോട്ടെ. അത് നമുക്ക് അവിടെ വെക്കാം. ഇനി ഇമ്മ എന്തൊരു പണി അറിഞ്ഞല്ലോ അമ്മ? അവിടെ കുത്തിയതാക്കണ്ട, അവിടെ ആകെ ഇരിക്കും. പിന്നെ അവിടെ വഴിയില് പിന്നെ എന്താണ് മരുന്നടിച്ച മരുന്നടിച്ച മരുന്നുണ്ടോ? മരുന്നുണ്ട്. അതായത് ഗൈസ് ഞാൻ പറഞ്ഞത് എന്താ സംഭവം എന്ന്. ഉമ്മ ഇവിടെ വരി എല്ലാരും വരി.
സംഭവം എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഈ കയറിനോടത്തേക്കില്ല ഈ വയ്യില്ലേ, ഈ വയ്യ് നിങ്ങൾക്ക് കാട്ടിത്തരാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാടുവെട്ട് മെഷീൻ കൊണ്ട് നമുക്ക് വെട്ടി ഒഴിവാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പേരൻ്റെ അവിടുത്തെ നമ്മൾ കാടുവെട്ടി മെഷീൻ കൊണ്ട് നമ്മൾ ഒഴിവാക്കി. ഇവിടെ ഈ ഭാഗത്ത് കണ്ടോ, ഞാൻ എടുത്തരാം, കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ ഈ ഏരിയ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലും കാടൊക്കെ പൊന്തിയാണ്ട് വളർന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്ന് അടിച്ചുമല്ലോ, അതായത് പുല്ല് ഇതൊക്കെ ഉണങ്ങി പോകാൻ വേണ്ടിയിട്ട് അതടിച്ചാനാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ മരുന്നുണ്ടമ്മ? മരുന്നുണ്ട്. ആ മെഷീനില്ലേ അമ്മ? അതിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതിനെ മരുന്നടിച്ചാലുള്ള സാധനങ്ങളല്ലേ? അപ്പോൾ അത് ഉമ്മ പണ്ടെന്നോ വാങ്ങി വെച്ചിനി. അപ്പോൾ അതുണ്ടായതുകൊണ്ട് പിന്നെ മറ്റേ പേരൻ്റെ മരുന്നടിച്ചാൽ വേണ്ടിയിട്ട് അത് വാങ്ങി വെച്ചിനി. അപ്പോൾ ആ സാധനം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെയൊക്കെ അത്യാവശ്യം കാടുമ്പന്തൊക്കെ അല്ലേ. അപ്പം ഈ ഭാഗത്തൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൊന്തക്കാട് ഇതൊക്കെ കണ്ട് ഉണങ്ങിക്കോളും. അപ്പോൾ അതാകുമ്പോൾ പിന്നെ കുറച്ചൊരു സേഫാണല്ലോ. അതായത് ഇനി വേറെ എന്തെങ്കിലും പാമ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പെരിക്കില്ല വയ്യല്ലേ, അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ടല്ലേ അമ്മ? അതാണ് ഈ വഴി എടുത്തോണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഇതൊക്കെ ഈ അരു ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോൾ വെട്ടി നന്നാക്കി വേണമെങ്കിൽ ഒന്നിച്ചാക്കാൻ എഴുതിയിട്ടാണ് നമ്മളിവിടെ വഴി ഇങ്ങനെ കാട് കൂടി കിടക്കലില്ല. അതാണ് വണ്ടിക്കൊക്കെ പോകണല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് സംഭവം ഉള്ളത്. അപ്പം മറ്റാൾ അതിൻ്റെ ഉള്ളിൽ ഇതുവരായിട്ടും കാണാനല്ല, എനിക്ക് തോന്നുന്നു ഇറങ്ങിപ്പോയിക്കണമെന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോളും. കാരണം നല്ല ചൂടുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിലത്തെ കല്ലൊക്കെ വന്നപ്പോൾ തന്നെ കഴിയുമ്പോൾ തൊട്ട് നോക്കിയപ്പോൾ നല്ല ചൂടുണ്ട്, നല്ല ആവിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നിഗമനം അനുസരിച്ച് പോയി കാണുന്ന തന്നെയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നോട്ട് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി പോയിക്കോളൂ, ചുട്ടിട്ട് കുറച്ചുകൂടി എന്തെങ്കിലും തിരിച്ചിട്ട് കത്തിച്ച് അപ്പോൾ ഇറങ്ങി പോയിക്കോളും. ഞാൻ പറഞ്ഞ മരുന്നിൻ്റെ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും. ഉണ്ടോ, ഇതാണ്. ഇത് മഞ്ഞ് മരുന്ന് കൂട്ടാണ്. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്താണിമാ? മരുന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? കാട്ട് തന്നെ കൊടുക്കല്ലേ, കുഴപ്പമില്ല. ഈ സാധനം നമ്മൾ തന്നെ വാങ്ങിയല്ലേ? ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഹൗസിലെ ആൾക്കാരൊക്കെ എന്തായാലും വാങ്ങിക്കൊണ്ട്, കാരണം നല്ലൊരു സാധനമാണല്ലോ അല്ലേ. അതിക്ക് ഇതേപോലെ വെള്ളം ഒഴിച്ച ഗൈസ്, ആദ്യം വെള്ളം ഒഴിച്ചാൽ എന്നിട്ട് അതിൻ്റെ മരുന്നാണ് ഈ കാണുന്നത്. ഒരു മരുന്നല്ലേ ഉള്ളൂ. വെള്ളം എത്ര? 2 പാട്ടെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ബോംബത് എത്രയുടെ കണക്ക് അത് നോക്കട്ടെ, ഉമ്മ നോക്കണ്ടല്ലോ. ഇതാണ് ഗൈസ് അതിൻ്റെ മരുന്ന്. അത് ആ അടപ്പിൽ മൊത്തം കൈമൊക്കെ നാക്കണ്ട കേട്ടോ. അടുപ്പെടുക്കുക, അയിക്കൊഴിച്ച എടുത്തള. ഇട്ട് ചുവറ്റിയാണ്ട് അയക്കാൻ ഒഴിച്ചളി. കൈമൊക്കെ ആവാൻ നോക്കിക്കോളി. ആസിഡ് എന്തെങ്കിലും കേൾക്കരം അല്ലേ. എന്നിട്ട് വെള്ളം നിറക്കല്ലേ. ഇതാണ് ഗൈസ് പരിപാടി. അതായത് ആ സാധനം വാങ്ങുക, അതിക്ക് അതിൽ മരുന്ന് തരും, ആ മരുന്ന് അതിക്ക് ഒഴിക്കുക, എന്നിട്ട് വെള്ളം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം പിന്നെ കാട്ടേണ്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു സാധനം കൂടി ഉണ്ടാക്കണം. ഈ സാധനം ഇതാണ് എയർ പമ്പ് ചെയ്യുന്ന സാധനം. ഈ സാധനം ഇട്ടിട്ട് എന്താ കാട്ടണ കാട്ടിക്കണിമ്മ? ഇനിയുള്ള പരിപാടിയാണ് പണി. എടുക്ക്. പമ്പ് ചെയ്തോളി. ഒരു 2-3 വട്ടം പമ്പ് ചെയ്തോളി. ഇങ്ങനെ പമ്പ് ചെയ്യുക കണ്ടോ. അപ്പോൾ ഗൈസ് ഇങ്ങനെ പോകണുണ്ടോ, അത് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ആ സാധനം മോൾക്കും താഴത്തേക്കും നല്ലോണം ഇങ്ങനെ ഇതാക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് പതക്കും, അതേപോലെ മർദ്ദം എന്തെങ്കിലുമൊക്കെ കയറും. അങ്ങനെ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ അമ്മ? എന്നാ പേര് കേറിക്കോട്ടെ. അവിടെ കടക്കണ്ടല്ലോ, അതിൽ കയറി കടന്നോട്ടെ. ഉറങ്ങിച്ചിട്ടൊക്കെ പോയിക്കോട്ടെ. മെച്ചിക്ക് ഭയങ്കര പേടിയാട്ടോ ഈ പാമ്പിനൊക്കെ. എനിക്ക് പാമ്പിനൊന്നും പേടില്ല, എനിക്ക് പുയ്യുനൊക്കെ പേടി. പുയ്യൊട്ടേരി കത്തിച്ചോട്ടാളേ. തുടങ്ങിക്കോളി. ഇവിടുന്ന് ഇങ്ങനെ ഓരോ ഇവിടുന്ന് തുടങ്ങിക്കോളി. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സാധനമാക്കുക. മേത്താക്കല്ലോ കേട്ടോ എൻ്റെ. അത് പമ്പ് ചെയ്ത് കൊടുക്കി. അതിൻ്റെ മുകളിൽ കൂടെ എൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ആക്കി കൊടുത്താൽ മതി. മമ്മ വരുന്നുണ്ട് കേസ്. ഞാൻ വരും മമ്മ.
ഉമ്മ അവിടെ പണി തുടങ്ങി. മനക്കടൊന്നുമില്ല അപ്പൊ തന്നെ അവിടെ നോക്കുമ്പോഴേ ഉണ്ടെങ്കിലോന്നോ? അവിടെ ഇരുന്നോളി. ശരി, അവിടെ ഇരുന്നു. പമ്പി ഇത് ഫുള്ള് സ്കിപ്പിന്റെ പരിപാടി കേട്ടമ്മ. എന്ത് ഇത് ഇതാക്ക് പമ്പി. ഉവ്വ ആ സാധനം ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കണ്ട കേസ് ഇടക്കിടക്ക്. എന്നിട്ട് ഇങ്ങനെ തളിച്ചിങ്ങനെ കൊടുക്കാം. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇലകളൊക്കെ ഏകദേശം എത്ര മണിക്കൂർ കൊണ്ട് ഉണങ്ങുമ്മ? ഇതിപ്പോ 1 മണിക്കൂർ വെയിലുണ്ടെങ്കിൽ അങ്ങനെ വാടിക്കൂലേ? 3-4 ദിവസം കൊണ്ട് ഉണങ്ങും. നല്ല പരിപാടിയാണ് ഗൈസ്. പിന്നെ ഗൈസ് വേറൊരു കാര്യം കൂടി പറയാൻ മറന്നു. അതായത് നമ്മളെ അതിരിങ്കല്ലിൻ്റെ ആദ്യം വയ്യ വാങ്ങിയ ഇതില്ലേ, അത് ഇവിടെ അല്ലേ കഴിഞ്ഞോ? ഇവിടെയാണ് നമ്മൾ അതിരിങ്കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. നമ്മളിപ്പോൾ 12 അടി ടോട്ടൽ വയ്യാക്കിയപ്പോൾ അങ്ങോട്ട് അതിരിങ്കല്ല് വെച്ചു, കയറൊക്കെ കിട്ടിയാണ് അങ്ങനെ വെച്ചിരിക്കണേ. പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞതിനൊന്നും അറിയില്ല, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടോ നമ്മളെ വയ്യിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു കേട്ടോ. അത് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മല്ല. പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വയ്യിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് കഴിഞ്ഞു. പറഞ്ഞതിന് മോണ്ടം പറഞ്ഞതിന്. അപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാക്കണം. ഇപ്പോൾ കാട്ടണ വൈക്ക് ഈ സാധനം ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കാം. മമ്മ വരും, മമ്മക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. എന്താ പൊന്തൂലാന്നോ? 10 കിലോ ആണെന്നല്ലേ? എന്നാ വേണ്ട, എന്നാ പിന്നെ റിസ്ക് ഒന്നണ്ട കേട്ടോ. എന്തായാലും ഗൈസ് ഞങ്ങൾ ഈ പൊന്തക്കാടൊക്കെ ഒന്ന് മരുന്നടിച്ചാണ്ടൊന്ന് സെറ്റാക്കട്ടെ. എന്തായാലും നമ്മൾ എന്താ കാട്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് മോളിന്ന് അങ്ങനെ കടി കൊടുത്താണിമ്മ ആക്കണ്. അവിടുന്ന് മോളിന്ന് തുടങ്ങിയിട്ട് ഇതാക്കണം. ഇപ്പോൾ ഇവിടം വരെ എത്തിട്ടോ, അടിച്ചതാക്കണ്. ഈ സ്ഥലങ്ങൾ വരെ എത്തി. ഇനി ബാക്കിയെല്ലാം ഇനിയിപ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കഴിഞ്ഞു, ഒരു ട്രിപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ ട്രിപ്പ് പിന്നെ ഉമ്മ ഇവിടുന്ന് താഴേന്ന് നിറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് മരുന്ന് അവിടുന്ന് കൊണ്ടുവന്നു. അല്ല അതായത് കാരണം എന്താ പറയുക, ഒന്നാമത് നല്ല വെയിലുണ്ട് ഗൈസ്. ഈ ഒരു മണിക്കൂറേലും കിട്ടിയാൽ മതിയില്ലമ്മ. 1 മണിക്കൂറേലും കിട്ടി കഴിഞ്ഞാൽ അത്രക്കും നല്ലതാണ്. ഇതൊന്ന് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഒരു 2-3 ദിവസം കൊണ്ട് ഇത് ഉണങ്ങിക്കോളും മരുന്നടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. വൈകുന്നേരം ആയത് കുഴപ്പമുണ്ടാവില്ലല്ലോ? 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ പറയണേ നമുക്കറിയില്ല, നമ്മളിതിൻ്റെ പരിപാടിക്ക് പോയിട്ടില്ലല്ലോ അല്ലേ? എന്തായാലും ഗൈസ് നമ്മൾ അടിച്ചു നോക്കട്ടെ. കാരണം നല്ല പൊന്തിയും കാടൊക്കെയാണ്. കാരണം ഇത് കണ്ടൊക്കെയുണ്ട്, ഇവിടെയൊക്കെ കാട്ടിയാൽ തന്നെ അറിയാം നല്ല പൊന്തിയും കാടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും എന്തെങ്കിലും ഉണ്ടോയെന്നും അറിയില്ല, ജന്തുക്കൾ എന്തെങ്കിലും. അയ്യോ, എന്തായാലും ഗൈസ് നമുക്കിവിടെ മൊത്തത്തിലൊക്കെ അടിച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെ എവിടെയെങ്കിലും ആക്കാണ്ടമ്മ? ഈ അരി ഒന്ന് അടിച്ചണം. എവിടെ ചുറ്റിനാ? നമ്മളെ വാട്ടിലൊക്കെ ഈ അരി കൂടെ അങ്ങനെ ഒന്ന് കുറച്ചടിക്കണം. എവിടെ? ഏതൊരു? ഈ വെക്കും. അവിടെ അടിച്ചാ എന്തായാലും ഇതിൽ കുറച്ചുണ്ട്. ഇതാണ് ഗൈസ് നമ്മളെ ഇവിടുത്തെ അതിരിങ്കല്ല് കേട്ടോ, ഈ കാണണേ. ഇങ്ങനെ നമ്മളിങ്ങനെ പമ്പ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇങ്ങനെ സ്പ്രേ മൈക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനല്ലേ? അതെന്താ അറിയോ, കണ്ടോ ഇതിപ്പോൾ കണ്ടോ നിങ്ങൾ ഈ സാധനം കണ്ടോ? സ്പ്രേ മൈക്ക് വരുന്നുണ്ടോ? അല്ലെങ്കിൽ വെറും വെള്ളം മൈക്ക് ഇങ്ങനെ ചീറ്റിക്കൊണ്ട് കൊടുക്കുക, അപ്പോൾ തോനെ പോകും. ഇതാകുമ്പോൾ സ്പ്രേ മൈക്ക് ഇങ്ങനെ ആയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് എന്നോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും അങ്ങനെ തന്നെ അല്ലേന്ന്. മമ്മ പറഞ്ഞ ഈ കൂടെ ആക്കാനല്ലേ? അല്ല മൊട്ട വെയിലും ആയില്ലേ? അങ്ങനെ കേസ് നമ്മളെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി നേരെ പെരിയിലല്ലേ? ബരി നടക്കി ബരി പോരി, കുഴപ്പമില്ല. അധികം വെയിറ്റ് ഒന്നും 10 കിലോ ഇല്ലല്ലോ. ഓ ഇവിടെ മൊത്തം ആക്കിക്കണോ കേട്ടോ. ശരിക്കും പോയിക്കോളി. മമ്മക്ക് ഡൗട്ട് ഉണ്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ആക്കി ഇങ്ങനെ പോവാ അല്ലേ? ഇനി പോണെങ്കിൽ കുറച്ചുണങ്ങാനൊന്നും വേണ്ട. അല്ല ഞാൻ മൊത്തോടത്ത് ആക്കിക്കണേ, എൻ്റെ അറിവില്ല ഞാൻ മൊത്തോടത്ത് ആക്കിക്കണേ. അങ്ങനെ പോട്ടെ. ഈ അരി അടിച്ചതിനോടെ കിണറും വെള്ളമുണ്ട് ഇവിടെ അല്ലേ? ഈ ഭാഗത്ത് കിണറാണ് ഗൈസ്. ഇവിടെ നമ്മൾ അധികം അടിച്ചിട്ടില്ല, കാരണം കുടിച്ചിന വെള്ളമാണ്, അതിക്കാവാൻ പാടില്ലല്ലോ ഗൈസ്. പെർഫെക്റ്റ് ടൈമിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതാക്കണേ പണിയെടുക്കാൻ വേണ്ടിയിട്ട് 2 കയറി വരുന്നത്. പോലെ പണിയുണ്ട്. കല്യാണത്തിന് വിളിച്ചു ഞങ്ങൾ
പിന്നെ ഞങ്ങൾ അന്ന് ഞാൻ നാട്ടിലില്ല ഞാൻ നാട്ടിലില്ല ജിനോട് പറഞ്ഞിട്ടില്ല അല്ല നബീലെ ജിനോട് പറഞ്ഞിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞാടാ അതെ 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 നബീലെ അന്റെ കല്യാണത്തിന് എന്തായാലും കേക്കും കൊണ്ടുവന്നാ എവിടെ കേക്ക് പോടാ അവിടുന്ന് ആ ഉവ്വ എവിടെ എന്റെ കാലൊക്കെ പഞ്ചറായി കിടന്നു എന്താ എന്റെ കജ്ജിനും കാലിനും പണി എന്നും ഇതന്നെ ഉവ്വ എന്റെ അടുത്തുന്നല്ലേ എന്ത് പന്നി എത്തി തന്നെ ഇതൊക്കെ രസം മരുന്നെടുത്ത് അടിച്ചാലോ അടിച്ചെടുത്തല്ലോ ഉണങ്ങിക്കോട്ടെ കുറച്ച് ഗൈസ് ഞങ്ങള് ഇവിടെ കാട് നന്നായി കൊണ്ടിരിക്കണം എന്തായാലും ഇവര് വന്നത് നന്നായി കാരണം ഇനി ഇത് മൊത്തം ഇവരാണ്ട് ഏൽപ്പിച്ച അല്ലേ മമ്മ ആ അന്നപ്പ വിളിച്ച കേട്ടോ ഇത് 12 അടി ആക്കി രജിസ്ട്രേഷൻ കഴിഞ്ഞു ആക്കി അതിനെ കുറച്ചൊന്ന് ഇതാക്കും കുറച്ചൊന്ന് സ്മൂത്ത് ആക്കും പരിപാടി ഉണ്ടേ ഇവിടെ ഒന്നും കാട്ടാൻ പറ്റൂലടാ ഇവിടെ മാറ്റം ഇതൊക്കെ പൊളിച്ചേ ഇവിടെ അല്ല അവിടെ ശരിയാ അവിടെ ആക്കിയാല് വണ്ടി വരും മറ്റേത് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഒന്നുകൂടി കുത്തനെ കയറല്ലേ മറ്റേ കൊടുക്കില്ല മറ്റേ അവിടെ നിന്നോട്ടെ അതവിടെ കിടക്കട്ടെടാ രണ്ടാ കുട്ടികളെ അവിടെ കടന്നോട്ടെ അല്ല അങ്ങനല്ല അവിടെ ഇനി വേറെ എന്തെങ്കിലും പരിപാടി നോക്കാലോ ഇത് കഴിച്ചട്ടെ അവിടെ ഇപ്പൊ ആക്കണില്ല അവിടെ ഇപ്പൊ അങ്ങനെ കടന്നോട്ടെ ഇത് ഇല്ലേ അത് ഇതാക്കിയിട്ടില്ല പണിയുണ്ട് അളന്നു ഏകദേശം 14 സെന്റ് ഉണ്ട് അതിന് ഊരി കൊടുക്കണം അമ്മമാർക്കും ഇവർക്കൊക്കെ നിങ്ങൾ എങ്ങോട്ട് ഇറങ്ങിയതാ സത്യത്തിൽ നിങ്ങൾ എങ്ങോട്ട് ഇറങ്ങിയ ആണോ അതുകൊണ്ട് വരും എന്നിട്ട് ഓ അങ്ങനെ അനക്ക് പണിയില്ലെന്ന് ലീവാ ഒന്ന് ഞായറല്ലേ എവിടെയാണ് ആശുപത്രി ഇവരെന്തായാലും വന്നല്ലേ ഞങ്ങള് കേസ് ഒരു തമ്മിൽ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടേ മുക്കി കുത്തിരിക്കണി കണ്ടോ ഈ സാധനം വെച്ചിട്ട് എന്ത് ഇപ്പം ഗൈസ് ഇപ്പൊ ആദ്യം ഇന്നെ കൊണ്ടുപോയി തള്ളിട്ടു ആദ്യം അർശുവിനെ കൊണ്ടുപോയി തള്ളിട്ടു ആദ്യം ഇന്നെ കൊണ്ടുപോയാണ് തള്ളിട്ട് എന്റെ കാലൊക്കെ ആകെ മുറിയായി പിന്നെ ഇവനെ കൊണ്ടുപോയി തള്ളിട്ടു ഇപ്പൊ ഒന്നും പറ്റിയില്ല പിന്നെ കാക്കാനെ കൊണ്ടുപോയി തള്ളിട്ടു ഓന് മൂലക്കലായി അത് നല്ലോണം പറ്റിയില്ലേ ഇനിയിപ്പോ അടുത്തത് ആരാണാവോ അല്ല അല്ല ഇവൻ ആരെ പിന്നെ ഇത് കൊടുത്തത് ലൈസൻസ് തന്നല്ലേ ഇവർക്കല്ലേ എനിക്ക് മാത്രമുള്ള പ്രശ്നം എന്താ ഞാൻ എങ്ങനെ പോയി കഴിഞ്ഞാലും എന്തേലും കോയിനെ കൊല്ല പാമ്പിനെ കൊല്ല അങ്ങനെ എന്തേലൊക്കെ പക്ഷെ പ്രശ്നം എനിക്കാണല്ലേ പന്നി കുത്തിയതാണ് ഉവ്വ ഇനി മെല്ലെ പന്നിന്റെ മേത്ത് കിട്ടി മറ്റേ ഇവന്റെ കാക്ക കണ്ടിട്ടില്ല അതുകൊണ്ട് ഓൻ ബാക്കിൽ എന്തോ കടന്ന് മൊബൈലിൽ തോണ്ടിക്കാണെന്നാ പറഞ്ഞത് അപ്പൊ ഓൻ കണ്ടിട്ടില്ല എന്താണ് പറ്റിയതെന്ന് ഇതിപ്പോ പന്നി കുത്തിയില്ല ഓൻ ഉറങ്ങാണ് ഇതിപ്പോളി ഓന്റെ ബാക്ക് ഞാൻ സാധാരണ ഇവലെ ഉറങ്ങുമ്പോ എന്താട്ടുന്നാരോ കൈ ഫ്രണ്ടിൽ കിടും എന്നിട്ട് കൈ ഫ്രണ്ടിൽ പിടിക്കും ഇവലെ ഉറങ്ങല്ലേ ബാക്കൊക്കെ മറിയണ്ട ഇത് ഇപ്പൊ ഇങ്ങനെ കടന്ന് ഇങ്ങനെ ഉറങ്ങിടുന്നുണ്ടെങ്കിൽ ബാക്കിൽ പറഞ്ഞടിക്കണെങ്കിൽ ആശിക്കേ നമ്മളിവിടെ എത്തിക്കണോ ഓടല്ലെങ്കിലോ എന്താ ഓനെന്തറിയോ ഓൻ മൊബൈൽ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ ഉത്തരിക്കാണ് പിന്നെ അങ്ങനെ പറക്കണെന്നാ കാണാന്ന് പറഞ്ഞ ആശി നേരെ ഒരു കാക്കണ്ട് ഇങ്ങനെ ഞങ്ങള് റോഡ് കൂടെ നേരെ വരാം ഈ കാക്കണ്ട് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്നത് നേരെ പോയി കുത്തി ഞാൻ കാക്കേന്ന് പറഞ്ഞ കുത്തിക്കണ ഇങ്ങനെ അതാ പോയി തട്ടിട്ട് സ്ലോ മോഷനിൽ ഇങ്ങനെ കണ്ടു മിനിറ്റ് അല്ല 7 സെക്കൻഡ് ഉണ്ടാവൂലെന്ന് പ്രതീക്ഷിക്കണം ഏതായാലും കാക്കുവാനെ നോക്കി കണ്ട് നടന്നോ എനിക്ക് വെച്ച ഇന്റെ കജ്ജും കാലൊന്ന് നാസാക്കാന് ഇന്റെ ഒക്കെ മാറിയണ്ടോ എവിടെ അങ്ങനെ കണ്ടോ ഗൈസ് ഇതിന്റെ അടയാള പാടുകളാണ് ഇന്ത്യന്റെ ഇവിടെ കണ്ടില്ലേ ഇന്ത്യന്റെ പാട് മാറിയിട്ടില്ലേ ഇവന്റെ അടുത്ത് എടുത്താൽ മതി ഗൈസ് ഷോൾഡർ ലെവലായി വരുന്നുള്ളൂ ആണോ അന്നെ മുട്ടുംകാലൊക്കെ എന്തായി മുട്ടുംകാലൊക്കെ മാറിയില്ലടാ എവിടെ ഫുള്ള് വെട്ടുന്ന പാടാണല്ലോ പാടില്ലാത്ത പരിപാടി ഉണ്ടാവില്ലെന്ന് പറഞ്ഞില്ലേ അതാണ് തെല്ലത്തിനൊരു അടയാളമാണ് തെളിവാണ്ടേ ഇങ്ങനെ ഉണ്ടായിക്കണെന്ന് എല്ലാ ഇവനെ കൊല്ലൂല പോകാണ് വെച്ചാ നബീലിന്റെ ഒപ്പാണോ ഭയങ്കര പേടി കേട്ടോ ആണോ ഇവിടെ തന്നെയാണേ അല്ല ഇന്റെ നമുക്ക് പേടിയില്ല ഇമ്മക്ക് ഭയങ്കര പേടിയാ ഇവന്റെപ്പം വിടാന് സാധാരണ ഇപ്പൊ മനപ്പുറം കുത്തിച്ചടിച്ചു അറിയോ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യണേ സർക്കാരിന്റെ റോഡൊക്കെ കല്ലും മണ്ണൊക്കെ
ഇതൊക്കെ അറിയണ്ടേ എന്നോട് അക്ഷയ പോവാന് പന്നി കുത്തിയിട്ട് എന്തെങ്കിലും പൈസ കിട്ടോ അടാ അങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെ ഉണ്ട് പന്നി കുത്തിയാലും കിട്ടും പട്ടി കുത്തിയാ വട്ടം ചാടിയൊക്കെ കിട്ടും ആ ഗൈസ് അങ്ങനെ എന്തൊക്കെ ഒരു റീല് ഞാൻ കണ്ടിട്ടോ അതായത് പട്ടി മുമ്പ് കാടി അല്ലാന്നല്ല പന്നിയൊക്കെ മുമ്പ് കാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മള് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും നഷ്ടപരിഹാരമൊക്കെ കിട്ടും അങ്ങനെ ഒരു ഞാൻ റീല് കണ്ടിന് ശരിയാണ് അങ്ങനെയാണ് മുള്ളമ്പന്നി ശരിക്കില്ല വന്നി ഈ വലുപ്പുണ്ട് ഇപ്പോഴും ഉണ്ട് ഇവിടെ എത്തുമ്പോ അതിന്റെ കണ്ണിങ്ങനെ മേപ്പോട്ട് വെക്കണം പോയടാ ഞാൻ നീച്ചു പോണ ഒച്ചിട്ട് ചമ്മൽ കൂടെ പോയത് ഞാൻ നീച്ചു നിന്നിട്ട് കാട്ടു പോയോ പന്നിനെ കാണാല്ല പന്നിയൊക്കെ എവിടെ എത്തിക്കണേ ആ പന്നി വരി പോയി പറയണം ഇന്നേതൊരു പന്നി ഒന്ന് കുത്തിയത് പറഞ്ഞാണ് പന്നി ഞാൻ പാറമ്മ പോയി തട്ടി അങ്ങനെ ഉണ്ടാവും പാർക്ക് എന്തേ പറ്റുമോ പാർക്കൊന്നും പറ്റൂല അതാണ് പന്നിന്റെ തൊലിക്കട്ടി അങ്ങനല്ലേ അതിന് നേരെ കണ്ടിട്ടില്ലേ വീഡിയോ ഗേറ്റ് ഒക്കെ പൊളിച്ചിടക്കി പോകണ്ട് പോണത് കണ്ടിട്ടില്ല നിങ്ങള് അങ്ങനെ ഒരു സാധനമാണത് നിങ്ങളെന്തായാലും വന്നല്ലോ ഒരു തമ്മില് ഫോട്ടോ എടുത്തോണ്ടാ എന്നിട്ട് പോയാൽ മതി നമ്മള് സ്റ്റാൻഡൊക്കെ കൊണ്ടുവന്നാണ്ട് വെച്ചു ഇതാക്കി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പക്ഷെ ഇവിടുന്ന് വെക്കണേ കറക്റ്റ് ടൈമിൽ അവിടെ വരുന്നത് മോൻ ബാംഗ്ലൂരാ മോൻ എത്തിയിട്ടില്ല അപ്പൊ ചോറൊക്കെ തന്നിട്ടല്ലേ ഇവിടുത്തെ ഇറച്ചിയൊക്കെ കഴിഞ്ഞു കേട്ടോ പോളാ നായികളെ വന്നോണ്ട് ഇറച്ചില്ലേ അത് അതിന് വേണമെന്നുണ്ട് പൊരിച്ചോളി അത് കൊഴപ്പല്ല അമ്മ കൂട്ടി കൊടുത്താണ് ആ ചേര് ബീഫാറിനാണ് കൊടുത്താ മതി എടാ എന്താടാ ഫോറസ്റ്റുകാർ വരും അബ്ബന്റെ പേര് കേട്ടോ അർഷാദ് എസ് കെ എവിടെ സ്ഥലം നിലമ്പൂരില്ലേ ആണ് എന്നാലും കുഴപ്പമില്ല എന്നാലും രണ്ട് കയറും തലക്ക് കെട്ടിച്ചു ഗൈസ് അങ്ങനെ ഓല് ഇതാക്കണ ഇറങ്ങിട്ടോ ഒരു കുറച്ചു നേരം നിന്ന് കുറച്ച് നേരം നിൽക്കാണ്ടി വന്നു അപ്പൊ തന്നെ നബീലിന്റെ പെങ്ങള് വിളിച്ചിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ അങ്ങനെ പോയി അങ്ങനെ ഓലങ്ങനെ ഇറങ്ങി എന്താ പരിപാടി പരിപാടി ചോറെന്താ കൂട്ടാണ് എന്തെന്ന് ബീഫ് തന്നെ അല്ലേ ചോറ് വേണം പഴിച്ചിട്ട് കാൻ പറ്റ അല്ലേ നീ എവിടെ മരുന്ന് വിളിച്ചാണ്ടോ നോക്കട്ടെ ഇപ്പത്തന്നെ നോക്കാം പേര് അതിന് 10 ആകെ കുറച്ചോളല്ലോ അല്ലേ എന്തായാലും ഗൈസ് ഇവിടെ കുറച്ചുകൂടി ഉള്ളു കാരണം അതും കൂടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നില്ലേ ഇനിയിപ്പോ ഗൈസ് ആക്കാനുള്ളത് പറഞ്ഞാൽ അതാക്കണം ഇവിടെ ഇത്ര കുറച്ച് കാട് മൊയ്ക്കുള്ള സാധനം ഉണ്ട് അവിടെയാണ് ഇനിയിപ്പോ ആക്കാനുള്ളത് അവിടെ അമ്മാക്കണ ആക്കിക്കൊണ്ടിരിക്കണം അത് നമ്മൾ കുറച്ച് ഏരിയ ഉള്ളൂ അവിടെയും കൂടി ആക്കാനുള്ളൂ അല്ലേ അമ്മ അല്ലേ ക്ഷീണിച്ചോ വെയിലില്ലേ ഭയങ്കര ചൂടോട്ടെ ഗൈസ് ഭയങ്കര വെയിലാണ് കഴിഞ്ഞമ്മ പോര് ഗൈസ് നമ്മളെ പാമ്പ് എന്തായതാവോ പാമ്പ് നീച്ചു പോയോ അല്ലേ ഒന്നും അറിയില്ല ഇവിടെ അല്ലേ കഴിഞ്ഞോ കാണാനൊന്നുമില്ല പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓനക്ക് നല്ലത് അതാവുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ ഉച്ചമ്പുള്ളിയൊന്നും കാണാനല്ല പോയിക്കണ അറിയില്ല പോയാണ്ട് ഞാൻ പൊളിച്ചൊക്കെ ചെയ്തില്ലേ പൊരിഞ്ഞോളും ചിക്കൻ ആവൂലപ്പോ അത് ചാവലുണ്ടാവല്ലോ അത് പൊള്ളുമ്പത്തിന് അതിന് മനസ്സിലാവല്ലോ ഇറങ്ങി പോയി കാണും അപ്പൊ കുഴപ്പമില്ല അത് പോയി കാണുന്ന നമ്മള് കുറച്ചേരൊക്കെ ഉള്ളില് പോയി നിന്നിട്ടില്ലേ അതന്നെ അല്ലെ നമ്മള് കുറച്ചേരൊക്കെ ഉള്ളിലൊക്കെ പോയി നിന്നിട്ടില്ലേ ആ ടൈമിൽ ഇറങ്ങി പോയി കാണും അപ്പൊ ഉമ്മ വാർത്ത ഉറക്കങ്ങനെ ഇട്ടിക്കണ് ഓഫാക്കി ഉമ്മ സൗണ്ട് ഉറക്കിയാണ് ഉമ്മ കേക്കണ്ടേ കണ്ണിലുണ്ട് ഉറക്കം വന്നാൽ ബുക്കും വിളിച്ചു ചോറുന്നല്ലേ അപ്പൊ എന്നാ എല്ലാരോടും പറഞ്ഞടി എല്ലാവർക്കും അസ്സലാമലൈക്കും അല്ലേ അമ്മ എല്ലാവർക്കും അസ്സലാമലൈക്കും ഓക്കെ അപ്പൊ ഓക്കെ ബൈ ഗായ്സ് ബൈ 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 ബൈ.